സൈൻ കൺവെൻഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സൈൻ കൺവെൻഷൻ ഫോർ റിഫ്ലക്ഷൻ. സ്പെറിക്കൽ മിറേഴ്സിന് മുന്നിൽ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് എവിടേക്കാണ് ഇമേജ് വരിക എന്നുള്ളത് നമ്മൾ റേ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മിറർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇമേജിൻ്റെ പൊസിഷൻ പ്രിസൈസ് ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അതിനു മുന്നേ മിറർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള സൈൻ കൺവെൻഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുക. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന് സൈൻ കൺവെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാം. ഇതാണ് y ആക്സിസ്, പ്ലസ് y മൈനസ് y പ്ലസ് എക്സ് മൈനസ് എക്സ്. ഇതാണ് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് റൈറ്റിലോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം പോസിറ്റീവാണ്, ലെഫ്റ്റിലോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ്സ് എല്ലാം നെഗറ്റീവാണ്. ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് എടുക്കുന്നതെല്ലാം പോസിറ്റീവാണ്, താഴേക്ക് എടുക്കുന്നതെല്ലാം നെഗറ്റീവാണ്. ഇതേ സൈൻ കൺവെൻഷൻ തന്നെയാണ് നമ്മൾ റിഫ്ലക്ഷൻ്റെ കേസിലും യൂസ് ചെയ്യുക. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ്സിനെ പറ്റി നമുക്കൊന്ന് പറയാം. എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. പോൾ മുതൽ ഫോക്കൽ പോയിൻ്റ് വരെയുള്ള ദൂരത്തിനെയാണ്, അല്ലെങ്കിൽ ഫോക്കസ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. പോൾ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പൊസിഷനാണ്. പോൾ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ യു എന്ന് വിളിക്കുക. വി എന്ന് പറയുന്നത് ഇമേജ് പൊസിഷനാണ്. പോൾ മുതൽ ഇമേജ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഇമേജ് പൊസിഷൻ വി എന്ന് വിളിക്കുക. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെയാണ് എച്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ഇമേജിൻ്റെ ഹൈറ്റിനെ നമ്മൾ എച്ച് ഡാഷ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഹൈറ്റ് ഓഫ് ദ ഇമേജ്. കോൺകേവ് മിററിൻ്റെ കേസിലെ സൈൻ കൺവെൻഷൻ നോക്കാം. ഒരു കോൺകേവ് മിറർ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇതാണ് പോൾ. പോളിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി ഫോക്കസ് മാർക്ക് ചെയ്യാണ്. ഫോക്കസിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യാണ്. കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം. പ്രിൻസിപ്പൽ ആക്സിസ് ഉള്ളത് എക്സ് ആക്സിസിൽ തന്നെ ആയിരിക്കും. വൈ ആക്സിസ് എന്ന് വരയ്ക്കാം. ഇതാണ് എൻ്റെ വൈ ആക്സിസ്. ഞാൻ ഒബ്ജക്റ്റിനെ വെക്കാൻ പോവാണ്. മിററിൻ്റെ ഫ്രണ്ടിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കാനായിട്ട് പറ്റും. ഞാൻ സിയുടെ പുറകിൽ വെക്കുകയാണ്. സിയുടെ പുറകിൽ വെച്ചാൽ സിക്കും എഫിനും ഇടയ്ക്കായിരിക്കും ഇമേജ് ഫോം ചെയ്യാം. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്. എനിക്ക് കിട്ടിയ ഇമേജ് ഇവിടെയാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ചെറിയ ഇമേജാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോൾ മുതൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ്, ഈ ദൂരമാണ്. അത് നമ്മൾ ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് മെഷർ ചെയ്യുക. നോക്കിയാൽ അറിയാം, പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും കോൺകേവ് മിററിൻ്റെ കേസിൽ. ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഇത് കോൺകേവ് മിററിൻ്റെ കേസാണ്. കോൺകേവ് മിററിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറും ഇതാണ് ഫോക്കൽ ലെങ്ത്. റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരമാണ്. അപ്പോൾ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അതും നമ്മൾ ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. മിററിൻ്റെ പോൾ ഇരിക്കുന്നത് ഒറിജിനലാണ്. അതുകൊണ്ട് സി എന്ന് പറയുന്ന പോയിൻ്റ് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. റേഡിയസ് ഓഫ് കർവേച്ചറും നെഗറ്റീവ് ആയിരിക്കും. ഈ ലെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ് പൊസിഷൻ. ഒബ്ജക്റ്റിനെ എപ്പോഴും നമ്മൾ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെക്കുക, അതായത് ഫ്രണ്ട് സൈഡിലാണ് വെക്കുക. ഇവിടെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. പോളിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ഈ ഒരു ദൂരത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഈ ഒരു പോയിന്റിനെ നമ്മൾ ഒബ്ജക്റ്റ് പൊസിഷൻ എന്നും ഈ ഒരു ലെങ്ത്തിനെ നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ യു, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു. യു എന്ന് പറയുന്നത് നെഗറ്റീവാണ്, കാരണം നമ്മൾ പോളിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മെഷർ ചെയ്യുക. യു ഉള്ളതും മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. കോൺവെക്സിൻ്റെ കേസിലും
യു നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും നമ്മൾ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെക്കുക. അതുകൊണ്ട് യു ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് യു. ഇനി ഇമേജ് ഫോം ചെയ്തത് സിയുടെയും എഫിൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ ഇതാണ് വി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അതിന് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുക, പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുക. അപ്പോൾ വി എന്ന് പറയുന്നതും നെഗറ്റീവാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം റിയൽ ഇമേജസിന് വി നെഗറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും, അപ്പോൾ വി നെഗറ്റീവ് ആയിരിക്കും. ഇനി ഞാൻ ഒബ്ജക്റ്റ് വെച്ചത് ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. ഇതൊരു വിർച്വൽ ഇമേജാണ്. ഈ കേസിൽ വി പോസിറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ മെഷർ ചെയ്യുന്നത് ഒറിജിനൽ നിന്ന് റൈറ്റിലേക്കാണ്. ഇമേജ് മിററിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. വിർച്വൽ ഇമേജസിൻ്റെ കേസിൽ വി പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം നമ്മൾ എക്സ് ആക്സിസിൽ നിന്നും മുകളിലേക്കാണ് മെഷർ ചെയ്യുക. എപ്പോഴും നമ്മൾ അപ്രൈറ്റ് ആയിട്ടാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ഹൈറ്റ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് വൈ ആക്സിസിലാണ് കിടക്കുക. എച്ച് ഈസ് പോസിറ്റീവ് ഓൾവേസ്. കോൺവെക്സിൻ്റെ കേസിലും സെയിം ആണ്. എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി എച്ച് ഡാഷ് ഇമേജിൻ്റെ ഹൈറ്റ് ഇത് രണ്ട് തരത്തിൽ പറയാം. ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. റിയൽ ഇമേജസിൻ്റെ കേസിൽ അതെപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് എച്ച് ഡാഷ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി വിർച്വൽ ഇമേജസ് ആണെങ്കിൽ അത് അപ്രൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. ആ കേസിൽ എച്ച് ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് ഒബ്ജക്റ്റിൻ്റെ ബാക്ക് സൈഡിലാണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വിർച്വൽ ഇമേജ് ആയിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മെഷർ ചെയ്യുന്നത് എക്സ് ആക്സിൽ നിന്ന് മുകളിലേക്കായിരിക്കും. അതുകൊണ്ട് എച്ച് ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ കേസ് നോക്കാം. ഇതാണ് എൻ്റെ കോൺവെക്സ് മിറർ. പോളിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി ഫോക്കസ് റൈറ്റ് സൈഡിലാണ് വരിക, കാരണം ഇത് കോൺവെക്സ് മിററാണ്. ഫോക്കസിൽ നിന്നൊരു 4 സ്ക്വയേഴ്സ് മാറി സെൻറ്റർ ഓഫ് കർവേച്ചർ. പിന്നെ ഇതിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോളിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ദൂരം, അതായത് നമ്മൾ മെഷർ ചെയ്യുന്നത് റൈറ്റിലേക്കാണ്. അതുകൊണ്ട് കോൺവെക്സിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കോൺകേവിൻ്റെ ഓപ്പോസിറ്റ്. സെൻറ്റർ ഓഫ് കർവേച്ചർ കിടക്കുന്നതും റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, അതായത് പോൾ മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം പോസിറ്റീവ് തന്നെയായിരിക്കും, റൈറ്റ് സൈഡിലാണ്. ഇനി ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റിനെ എപ്പോഴും മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. പോൾ മുതൽ ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം യു. കോൺകേവ് മിററിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്യുക. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും മിററിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. അതൊരു വിർച്വൽ ഇമേജാണ്. ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോൾ മുതൽ ഇമേജ് വരെയുള്ള ദൂരം വി. കോൺവെക്സ് മിററിൻ്റെ കേസിൽ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സ് മിറർ വിർച്വൽ ഇമേജസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. വിർച്വൽ ഇമേജസ് ആണെങ്കിൽ മിററിൻ്റെ ബാക്ക് സൈഡിലാണ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്യുക. അപ്പോൾ കോൺവെക്സ് മിററിൻ്റെ കേസിൽ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ് സെയിം ഐഡിയ തന്നെയാണ്. ഒബ്ജക്റ്റിനെ നമ്മളെപ്പോഴും അപ്രൈറ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഓൾവേസ്. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ എച്ച് ഡാഷ് എന്ന് പറയുന്നതും പോസിറ്റീവ് ആയിരിക്കും, കാരണം വിർച്വൽ ഇമേജാണ്, അതെപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. എച്ച് ഡാഷ് എന്ന് പറയുന്നതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇത് കോൺവെക്സ് മിററിന് മാത്രമേ ഉള്ളൂ. കോൺകേവ് ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലെ ഇമേജസ് ഉണ്ട്. ഇൻവേർട്ടഡും ഉണ്ട്, അപ്രൈറ്റും ഉണ്ട്. ഇൻവേർട്ടഡ് ആണെങ്കിൽ എച്ച് ഡാഷ് നെഗറ്റീവ് ആയിരിക്കും, അപ്രൈറ്റ് ആണെങ്കിൽ എച്ച് ഡാഷ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് ഫോം ചെയ്യുന്നത് മിററിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിൽ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഇമേജ് റൈറ്റ് സൈഡിൽ മാത്രമേ ഫോം ചെയ്യുള്ളൂ, അതുകൊണ്ട് വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സൈൻ കൺവെൻഷനെ പറ്റി പറയാനുള്ളത്. ഈ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ മിറർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം.